അങ്ങനെ ഒരു ആവശ്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് നല്ല കൊള്ളാവുന്ന DCC പ്രസിഡന്റുമാരെ മാറ്റരുത്. അതാരാന്നുള്ളത് കമ്മിറ്റി തീരുമാനിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഡൽഹിയിലേക്ക് പോയത്. ഈ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കാര്യം സുധാകരനോട് ചർച്ച ചെയ്തതിന് ശേഷമാണോ അങ്ങനെ? അല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ചർച്ച ചെയ്യാൻ ഡൽഹി പോകാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേക്കിടെ വന്നു, അത്രയേ ഉള്ളൂ. അത് ഇവിടെ വരുന്നത് ആദ്യത്തെ വരുന്നൊന്നുമില്ല. അതൊരു കാലമായിട്ട് ഇവിടെ വരുന്ന ആളാണ് അദ്ദേഹം. അതിന് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇവിടെ വന്നിട്ട് പോയത്. അതൊക്കെ സംസാരിക്കുമ്പോൾ കൂടെ മുഖാമുഖം എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂലേ, അത്രേ. കണ്ണൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം അങ്ങനെ ഒരു ആവശ്യം സുധാകരൻ മുന്നോട്ട് വെച്ചു. അങ്ങനെ ഒരു ആവശ്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് നല്ല കൊള്ളാവുന്ന DCC പ്രസിഡന്റുമാരെ മാറ്റരുത്. അതാരാന്നുള്ളത് കമ്മിറ്റി തീരുമാനിക്കട്ടെ. ഇപ്പം നിലവിൽ ആരെയൊക്കെ അങ്ങനെ? അല്ല, അത് ഞാൻ പറയേണ്ടത് കമ്മിറ്റിയാണ് പറയേണ്ടത്. എന്നാലും കണ്ണൂർ മാറ്റാൻ സാധ്യതയുണ്ടോ? എന്നെ കിട്ടൂല. കണ്ണൂർ മാറാൻ സാധ്യതയുണ്ടോ? എന്നെ കിട്ടൂല. അത് അവർ തീരുമാനിക്കണം. ആ കമ്മിറ്റി അസസ് ചെയ്യണം ആരാണ് ഏറ്റവും നല്ല DC പ്രസിഡന്റ് എന്ന്. അവരെ മാറ്റാതിരുന്നാലുള്ള ഗുണം എന്താണ്, മാറ്റിയാലുള്ള ദോഷം എന്താണെന്ന് അവർ വിലയിരുത്തണം. ഡ്യൂട്ടി. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഉള്ള ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ ഈ KPCCന്റെ ഒരു പരിപാടിയിൽ ഉൾപ്പെടെ കെ സുധാകരന്റെ ഫ്ലക്സ് വെച്ചതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫ്ലക്സ്, ഒരു ബോർഡ്, വലിയൊരു ബോർഡ് ഇവിടെ ഒരു പരിപാടിക്ക്, ഇവരുടെ പരിപാടിക്ക് കണ്ണൂരിലുള്ള ഒരു സമര സംഗമം. അതല്ലേ ഏതോ കാലത്ത് കഴിഞ്ഞില്ലേ? നിങ്ങൾ ഏടിയാനും അല്ല, സുധാകരൻ അതിനകത്തൊരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്നോട് ചോദിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞില്ല. പ്രതികരണം